ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെയും നർഗീസ് ദത്തിന്റെയും പേര് വെട്ടിമാറ്റിയ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് കെ.ടി. ജലീൽ എം.എൽ.എ. എത്ര കോൺഗ്രസ് നേതാക്കന്മാർ വിഷയത്തിൽ പ്രതികരിച്ചുവെന്ന് ജലീൽ ചോദിക്കുന്നുണ്ട്. നിയമസഭയിലാണ് കെ.ടി. ജലീൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. കോൺഗ്രസിന്റെ പ്രതിഷേധം ഒരിടത്തും കണ്ടില്ല എന്നും മന്ത്രാലയം ഇതിനായി ചുമതലപ്പെടുത്തിയ സമിതിയിൽ ഒരു മലയാളി കൂടി ഉണ്ടെന്നത് വേദനിപ്പിക്കുന്നുവെന്നും ജലീൽ പറഞ്ഞു. പ്രിയദർശൻ കൂട്ടുനിന്നുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയതെന്നും ജലീൽ പറഞ്ഞു. സാർ, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും പ്രമുഖ നടിയും എം.പിയുമായിരുന്ന നർഗീസ് ദത്തിന്റെയും പേര് കേന്ദ്ര സർക്കാർ വെട്ടിയതായി വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നു. എത്ര കോൺഗ്രസ് നേതാക്കന്മാർ അതിനോട് പ്രതികരിച്ചു? അവരുടെ പ്രതിഷേധം നമ്മൾ എവിടെയെങ്കിലും കണ്ടോ? മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ഇനിമേലിൽ അറിയപ്പെടുക മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം എന്നു മാത്രമായിരിക്കും. ഇന്ദിരാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി ദേശീയോദ്ഗ്രഥനത്തെ കുറിച്ചുള്ള മികച്ച ഫീച്ചർ സിനിമക്ക് നൽകി വരുന്ന നർഗീസ് ദത്ത് പുരസ്കാരം ദേശീയവും സാമൂഹികവും പാരിസ്ഥിതികവുമായ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം എന്നാക്കി മാറ്റി. സാർ, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പുറത്തിറക്കിയ ഗസറ്റിലാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. മന്ത്രാലയം ഇതിനായി ചുമതലപ്പെടുത്തിയ സമിതിയിൽ മലയാളിയായ ഒരാളുണ്ട് എന്നുള്ളത് നമ്മെ വേദനിപ്പിക്കുന്നു. അത് മറ്റാരുമല്ല, കേരളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശനാണ്. പ്രിയദർശന്റെ കൂടി കൊത്തിനാണ് ഇന്ദിരാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയത്. പ്രിയദർശനാണ് നർഗീസ് ദത്തിന്റെ പേര് വെട്ടിമാറ്റിയതിന് കൂട്ടുനിന്നത്. ഇത്രയും വലിയൊരു വാർത്ത വന്നിട്ട് കോൺഗ്രസ് നേതൃത്വം എവിടെയെങ്കിലും പ്രതികരിച്ചോ? ഇവരുടെ സമുന്നത നേതാവിന്റേതടക്കം പേരുകൾ വെട്ടിമാറ്റിയതിനെതിരായി പ്രതിഷേധിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരത്തിൽ നിന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേര് ഒഴിവാക്കിയിരുന്നതാണ്. ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള പുരസ്കാരത്തിൽ നിന്ന് പ്രശസ്ത നടി നർഗീസ് ദത്തിന്റെ പേരും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഇതുവരെ ഇന്ദിരാഗാന്ധിയുടെ പേരിലായിരുന്നു നൽകിയിരുന്നത്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങളുടെ സമ്മാനത്തുക കൂട്ടാനും സമിതി നിർദ്ദേശിച്ചിരുന്നതാണ്. കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം രൂപവത്കരിച്ച സമിതിയുടെ ശുപാർശ പ്രകാരമാണ് അവാർഡുകളുടെ പേരുകൾ മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയത്. കോവിഡ് മഹാമാരിയുടെ കാലത്താണ് സംവിധായകൻ പ്രിയദർശൻ ഉൾപ്പെട്ട അംഗങ്ങളായ സമിതി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നത്. ഐക്യകണ്ഠേനയാണ് ഇത്തരത്തിലൊരു തീരുമാനം അംഗീകരിച്ചതെന്ന് സമിതി അംഗങ്ങളിൽ ഒരാൾ പറയുകയും ചെയ്തിരുന്നു. ശബ്ദ വിഭാഗത്തിൽ ഉൾപ്പെടെ സാങ്കേതിക വിഭാഗത്തിലെ ചില മാറ്റങ്ങളാണ് താൻ നിർദ്ദേശിച്ചിരുന്നതെന്ന് സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞിരുന്നു. 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ ചടങ്ങിലാണ് ഇത് സംബന്ധിച്ച മാറ്റം വരുത്തിയിരിക്കുന്നത്. കോവിഡിനെ തുടർന്ന് 2023 21 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നൽകിയത്. നേരത്തെ നവാഗത സംവിധായകനുള്ള അവാർഡ് തുക നിർമ്മാതാവും സംവിധായകനും നൽകിയിരുന്നു. എന്നാൽ ഇനി മുതൽ സംവിധായകന് മാത്രമായിരിക്കും ക്യാഷ് അവാർഡ് നൽകുക. ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള നർഗീസ് ദത്ത് അവാർഡ് ഇനി മുതൽ ദേശീയ സാമൂഹിക പാരിസ്ഥിതിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ചിത്രത്തിനുള്ള അവാർഡ് എന്ന പേരിലായിരിക്കും നൽകുക. സാമൂഹിക പാരിസ്ഥിതിക പ്രസക്തിയുള്ള ചിത്രങ്ങൾക്ക് നൽകിയിരുന്ന പുരസ്കാരങ്ങൾ ഒഴിവാക്കിയാണ് ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള പുരസ്കാരം പുതിയ പേരിൽ നൽകുന്നത്.